നമസ്തേ. ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലെ ആദ്യത്തെ പേപ്പറിലുള്ള പ്രാചീൻ പദ്യ, അതിൽ കബീർ കെ ദോഹെ, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത്, ഹം തുമാരെ സുമിരൺ കരെ തും മോഹി ചിത്വോ നാഹി സുമിരൺ മൻ കി പ്രീതി ഹേ സോ മൻ തുമഹി മാഹി. ഈ വരികൾ തന്ന് ഇതിൻ്റെ സാരാംശമാണ് എഴുതേണ്ടത്. ഇതിൽ കബീർദാസ് പറയുന്നത് ഇപ്രകാരമാണ്. ദോഹെ കാ പരിചയം. കബീർ കെ ഹർ ദോഹെ കി അപ്നി അലഗ് വിശേഷത ഹെ. കബീർദാസിൻ്റെ ഓരോ ദോഹയിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ വിശേഷതകളാണ് ഉള്ളത്. ഇസ് ദോഹെ കെ ദ്വാര കവി ജീവാത്മാ തഥാ പരമാത്മാ കെ ബീച്ച് മേ ജോ സംബന്ധ് ഹെ ഉസ്കാ വിവരൺ പ്രസ്തുത കർത്തേ ഹെ. ഈ ദോഹയിൽ കവി ജീവാത്മാവും പരമാത്മാവിൻ്റെയും തമ്മിൽ ഇടയിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. ഭാവാർത്ഥ്, കബീർ ജീവാത്മാ കാ സ്വർ അപ്നാക്കർ പരമാത്മാ സെ കഹത്തെ ഹേ. കവി ജീവാത്മാവിൻ്റെ സ്വരം സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവിനോട് പറയുന്നു, മേം തോ ഹർ പൽ ഹർ ദിൻ തുമാരാ സ്മരൺ കർത്തി രഹത്തി ഹും. ഞാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ലേക്കിൻ തും തോ കബി മുജെ ദേഖ്തേ തക് നഹി ഹോ. ഒരിക്കലും നിങ്ങൾ എന്നെ നോക്കുന്നത് പോലുമില്ല. തേരാ സ്മരൺ ഹി മൻ കി പ്രീതി ഹേ. നിങ്ങളുടെ ഓർമ്മയാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം. മേരാ മൻ ഹമേശ തുമേ മേ ലഗാ രഹ്താ ഹേ. എൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങളെ തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തും ഹി സദാ മേരെ മൻ മീ ഹോ. നിങ്ങളെപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. മേം ഹമേശ തുമാരാ ഹി ധ്യാൻ കിയ കർത്തി ഹും. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. വിശേഷത, കബീർ ഹിന്ദു തഥാ ഇസ്ലാം ദോനും ധർമ്മോഖോ ഖണ്ഡൻ കിയ കർത്തേ ഹേ. ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ആ മതങ്ങളുടെ ഖണ്ഡനയെ വേർതിരിക്കുന്നു. ലേക്കിൻ ഭഗവാൻ കെ പ്രതി ഉൻകെ മൻമേ സച്ചാ പ്യാർ ഹേ. എന്നാൽ ഈശ്വരനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഒരേ ഒരു സ്നേഹമാണ്. ഇതിൽ ജീവാത്മാ പരമാത്മാ എന്നുള്ളത്, ജീവാത്മാ എന്നുള്ളത് നമ്മൾ മനുഷ്യന്മാരും, പരമാത്മാ എന്നുള്ളത് ഈശ്വരനുമാണ്. അദ്ദേഹം ഇതിൽ പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഈശ്വരൻ്റെ സ്മരണയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ലത് വരുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹംസ ബഗുല ഏകസ മാൻ സരോവർ മാഹി ബഗ ഡഡോർ മാച്ചരി ഹംസ് മോത്തി കാഹി. ഈ വരികളിലൂടെ അദ്ദേഹം പറയുന്നത്, മനുഷ്യ കാ സ്വഭാവ് ജന്മജാത് ഹോത്താ ഹെ. മനുഷ്യൻ്റെ സ്വഭാവം ജന്മന ഉള്ളതാണ്. മനുഷ്യ അപ്നെ സ്വഭാവ് കെ അനുസാർ ഹി ബഹുത് കുച്ച് കർത്താ ഹെ. മനുഷ്യൻ സ്വഭാവത്തിനനുസരിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ജോ സ്വഭാവ് സെ അച്ഛാ ഹെ. സ്വഭാവം കൊണ്ട് നല്ലത്. വ സദാ അച്ഛാ ഡഹർത്താ ഹെ. നല്ലതായിരിക്കാൻ പരിശ്രമിക്കുന്നു. ഇസ്കാ ഉദാഹരൺ അപ്നെ ഇസ് ദോഹെ മേ കബീർ പ്രസ്തുത കർത്തേ ഹെ. അതിനൊരു ഉദാഹരണമാണ് ഇതിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. വേ കഹത്തെ ഹെ കി ഏക് ഹി മാനസരോവർ മേ ഹംസ് തഥാ ബഗുല രഹാ കർത്തേ ഹെ. ഒരേ മാനസരോവരത്തിൽ, അരുവിയിൽ ഒരരയനവുമുണ്ട്, ഒരു കൊക്കും ഉണ്ട്. ലേക്കിൻ ദോനോം കാ സ്വഭാവ് ഏക്സാ നഹി ഹോത്ത. രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. ബഗുല മച്ചലിക്ക് ഹി കോജ് രഹ്താ ഹെ. കൊക്ക് എപ്പോഴും മീനിനെ മാത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹംസ് മച്ചലിക്കോ കബി നഹി സിർഫ് മോത്തി കാത്ത. അരയന്നം മച്ചലി ഒരിക്കലും തിന്നുന്നില്ല, മീനിനെ അല്ല തിന്നുന്നത്, പകരം മുത്തു മാത്രമാണ് അന്വേഷിച്ചുകൊണ്ട് അതിനെ തിന്നാനാണ് പരിശ്രമിക്കുന്നത്. ഇതിലെ വിശേഷത, കബീർ ഇസ് ദോഹെ മേ സമജാത്തെ ഹേ കി മനുഷ്യ സദാ അപ്നെ സ്വഭാവ് കെ അനുസാർ കാം കർത്താ ഹേ. ഇതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത്, മനുഷ്യൻ എല്ലായ്പ്പോഴും തൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. വ കബി കിസി കാരണം അപ്നെ സ്വഭാവക്കോ ബദൽ നഹി ലേത്ത. ഒരു കാരണം കൊണ്ടും തൻ്റെ ജന്മന ഉള്ള ആ സ്വഭാവത്തെ ഒരിക്കലും മാറ്റാനായി കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഹീര പര ബാസാർ മേ രഹാ ചാർ ലപട്ടായ് ബഹുതക് മൂരക് ചലി ഗയെ പാരക്കി ലിയ ഉഡായ്. കബീർദാസ് ഇതിലൂടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകൾക്കും ഓരോ ദോഹകൾക്കും ഓരോ വിശേഷതയാണ് ഉള്ളത്. കബീർ कहते हैं कि बाजार में धूल से लिपटा हुआ हीरे को उस तरफ से जाने वाले मूर्ख अनदेखा कर चले जाते. കബീർദാസ് പറയുകയാണ്, മാർക്കറ്റിൽ പൊടിയിൽ മുഴുവൻ പൊതിഞ്ഞു കിടക്കുന്ന ഒരു വജ്രത്തെ കണ്ടാൽ അവിടേക്ക് വളരെയധികം ജനങ്ങൾ നോക്കിക്കൊണ്ട് കാണാത്ത പോലെ പോകുന്നു. വേ ഉസ് ഹീരേ കാ മൂല്യ കബി സമജ് നഹി സക്തെ. അതിൻ്റെ വില എന്താണെന്ന് അവർക്കറിയില്ല.
ഉൻകി ദൃഷ്ടി മേ വ ധൂൽ കെ സമാൻ ഹെ, അവരുടെ ദൃഷ്ടിയിൽ അതൊരു പൊടിക്ക് തുല്യമാണ്. ലേക്കിൻ ഉസ് തരഫ് ജാനെ വാലെ ജോഹരി കാ നിഗാഹ് ധൂൽ സെ ലിപട്ടാ ഹുവ ഹീരെ കോ പഹചാൻ ലേത്തി ഹെ ഓർ ബിനാ ദേരി സെ വ ഉഡാ ലേത്തി ഹെ. എന്നാൽ ആ വഴിയിലൂടെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും പെട്ടെന്ന് തന്നെ അതിനെ എടുക്കുകയും ചെയ്യുന്നു. ജ്ഞാനി മനുഷ്യ ഹി ചീസോം കാ സഹി മൂല്യ സമझ സക്താ ഹെ, അറിവുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സാധനങ്ങളുടെ ഓരോന്നിൻ്റെയും ശരിയായ വില മനസ്സിലാക്കാനായി കഴിയുന്നത്. വിശേഷത कबीर इस दोहे से समझाते हैं कि ज्ञानी मनुष्य ही चीज़ों को परखने तथा सही मूल्य जानने में सक्षम रहते हैं. കബീർദാസ് പറയുന്നത് ഇതാണ്: അറിവുള്ള ഒരു മനുഷ്യൻ സാധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശരിയായ വില അറിയുവാനും കഴിയുന്നു. മൂർഖുക്കോ കിസി ബി ചീസ് കാ മൂല്യ നഹി മാലും ഹേ, ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യന് ഒരു വസ്തുവിൻ്റെയും വില എന്തെന്ന് അറിയുകയില്ല. ദുഃഖമേ സുമിരൻ സബ് കരെ സുഖമേ കരേ ന കോയ്, ജോ സുഖമേ സുമിരൻ കരെ തോ ദുഃഖ് കാഹേ ഹോയ്. കബീർദാസ് ഈ ദോഹയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്, മനുഷ്യൻ സുഖമുള്ള സമയത്ത് ഭഗവാനെ ഓർമ്മിക്കുന്നത് തീർച്ചയായും ചെയ്തുകൊണ്ട് ഭഗവാൻ കാ സ്മരൺ അവശ്യ കർണ ചാഹിയേ. നമ്മൾക്ക് ദുഃഖം വരുമ്പോൾ മാത്രമല്ല ഈശ്വരനെ വിളിക്കേണ്ടത്, സുഖമുള്ള സമയത്ത് നമ്മൾ ഈശ്വരനെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. മനുഷ്യ ഇസ് ദുനിയാക്കെ ജീവ് ജന്തുവുമേ സബ്സേ സ്വാർത്ഥി ഹെ, ഈ ലോകത്തിൽ ഉള്ള ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും സ്വാർത്ഥിയായ ഒരു പ്രാണിയാണ് മനുഷ്യൻ. വ അപ്നെ സ്വാർത്ഥ കെ ലിയെ മാത്ര ഭഗവാൻ കാ ബി സ്മരൺ കിയാ കർത്തെ, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈശ്വരനെ ഓർമ്മിക്കുന്നത്. കബീർ കെ അനുസാർ ദുഃഖമേ സബ് ലോഗ് ഭഗവാൻ കി പൂജ കിയാ കർത്തെ ഹെ, ദുഃഖമുള്ള സമയത്ത് എല്ലാവരും ഈശ്വരനെ പൂജിക്കുന്നു. ലേക്കിൻ സുഖ കെ സമയ വ ഭഗവാൻ കെ ബാരെ മേ സോച്താ തക് നഹി ഹെ, എന്നാൽ സുഖം വരുന്ന സമയത്ത് ഈശ്വരനെ ഒന്ന് ഓർക്കുക പോലും ചെയ്യുന്നില്ല. കബീർ कहते हैं कि अगर लोग सुख के दिनों में भगवान की याद किया करेंगे तो उनके दुख कभी नहीं हो सकता. സുഖമുള്ള ദിവസങ്ങളിലും നമ്മൾ ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദുഃഖം എന്നുള്ളത് ഒരിക്കലും വരിക പോലുമില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത്. കബീർ കെ അനുസാർ ജോ ദുഃഖ് മേ ഭഗവാൻ കി പൂജ കർത്താ ഹെ ഉസേ കബി ദുഃഖ് ജേൽന നഹി പഡ്താ. കബീർദാസ് പറയുന്നതനുസരിച്ച് ദുഃഖമുള്ള സമയത്ത് നമ്മൾ ഈശ്വരനെ പൂജിക്കുന്നു. കബി ദുഃഖ് ജേൽന നഹി പഡ്താ വി ആത്മനിർഭർ കാ സാത്ത് കർ രഹാ ഹെ, ആ സമയത്ത് മാത്രം നമ്മൾ വളരെയധികം മനസ്സറിഞ്ഞ് ചെയ്യുന്നു. എന്നാൽ സുഖമുള്ള സമയത്തും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. चिमा बड़न को चाहिए छोटन को उत्पात, कहा विष्णु को घटी गई जो ഭൃഗുമാരി ലാത്ത്. കബീർദാസ് ഈ ദോഹയിലൂടെ മനസ്സിലാക്കി തരുന്നത് ഇപ്രകാരമാണ്: ജോ ബഡേ ഹോത്തെ വേ സദാ ക്ഷമാശീൽ ഹോത്തെ ഹേ, ആരാണോ മനസ്സുകൊണ്ട് വലിയവനായിരിക്കുന്നത് അവരെപ്പോഴും ക്ഷമാശീലനായിരിക്കും. भावार्थ कबीर के अनुसार जो बड़े होते हैं उनका आचार विचार तथा व्यवहार भी ആദർശമായി ബൻ ജാത്ത ഹെ. കബീർദാസ് പറയുന്നതനുസരിച്ച് ആരാണോ വലിയവൻ, ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് ആർക്കാണോ വലുപ്പത്വമുള്ളത് അവർ ആചാരത്തിലും വിചാരത്തിലും പെരുമാറ്റത്തിലും വളരെയധികം ആദർശശീലനായിരിക്കും. ജോ ബഡേ ഹോത്തെ ഹെ ഉൻകെ സദാ ദൂസരും കോ ബി ധ്യാൻ രഖ്ന ചാഹിയെ, അവർ വലുതാണ്, എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കണം. തബി വേ ബഡേ മാനേ ജായെങ്കിൽ അന്യത നഹി, അപ്പോൾ മാത്രമാണ് അവർ നല്ലവർ അല്ലെങ്കിൽ ഉയർന്നവർ എന്നുള്ള പദവി അവർക്ക് ലഭിക്കുന്നത്. एक बार भृगु मुनि ने क्रोधित होकर भगवाൻ വിഷ്ണു को छाती पर लात मारी. ഒരിക്കൽ ഭൃഗു മുനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടി. ലേക്കിൻ വിഷ്ണു ഉൻകെ ബഡേ ഹോക്കർ മാഫ് കർ ദിയേ, പക്ഷേ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ മാപ്പ് കൊടുത്തു. ഉൻകി മഹാനത ഓർ ബി മഹക്നെ ലഗി, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ മഹാനത ഒന്നും കൂടി എല്ലാവിടെയും വളരുവാനുള്ള കാര്യമാണ് ഉണ്ടായത്. കബീർ कहते हैं कि ബടപ്പൻ ഹി ജീവൻ മേ സബ്സെ പ്രധാൻ ഹെ, വലിപ്പത്വം എന്നുള്ളത് അതായത് മനസ്സുകൊണ്ടുള്ള ആ വലിപ്പമാണ് ജീവിതത്തിൽ വളരെയധികം പ്രധാനമായിട്ടുള്ളത്. മഹാനത തഥാ മാനവത ദോനോം സേ ഹി മനുഷ്യ കാ ജീവൻ മഹാൻ ബൻത, മഹാനതയും മാനവതയും ചേരുന്ന സമയത്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മഹാനായി തീരാനുള്ള കാരണമായി തീരുന്നത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഈ ഒക്ടോബറിൽ വരുന്ന പരീക്ഷയ്ക്ക് ഈ 5 മാത്രം പഠിച്ചാൽ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും
അമർത്താനും മറക്കരുത്.